ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രാവലിംഗ് മാർഗ്ഗമാണ് ട്രെയിൻ. സോ നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കംഫർട്ടുമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കറക്റ്റ് ടൈമിന് ചില ട്രെയിനുകളിൽ പിടിച്ചിടുമെങ്കിൽ പോലും ചില പ്രയോറിറ്റി ട്രെയിൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പറഞ്ഞ ടൈമിൽ തന്നെ ട്രെയിൻ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറുണ്ട്. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ട്രെയിൻ യാത്രയാണ്. സോ കേരളത്തിൽ നിന്ന് 2 ജനശതാബ്ദി ഉണ്ട്. ഒന്ന് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയും, ഒന്ന് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയും. സോ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജനശതാബ്ദി എക്സ്പ്രസ് LHB കോച്ചസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പുതിയ കോച്ചസാണ്. സോ ഈ പറയുന്ന ട്രെയിനിൽ നമ്മൾ പഴയ ജനശതാബ്ദി ആണെന്ന് കരുതി നമ്മൾ ഇത് ബുക്ക് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് പ്രോബ്ലംസ് നമ്മൾ യൂസർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു യാത്രക്കാരൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കാണുന്ന കുറച്ച് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഡിമെറിറ്റ്സും, അതായത് അതിൻ്റെ മോശം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ഞാനിവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകാനാണ് യൂഷ്വലി ഈ പറയുന്ന ട്രെയിൻ യൂസ് ചെയ്യാറുള്ളത്. പണ്ട് നമ്മൾ ജനശതാബ്ദി എന്ന് പറഞ്ഞ ട്രെയിൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സാധാരണ 2S സീറ്റുകളെക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമുക്ക് സാധാരണ 2S സീറ്റുകളിൽ നമുക്ക് സ്വന്തമായിട്ടൊരു സീറ്റും ഉണ്ട്. അവിടെ ഇരുന്ന് സുഖമായിട്ട് പോകാം. ഇപ്പോഴും കോഴിക്കോട് തൊട്ട് കണ്ണൂർ വരെ, കോഴിക്കോട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജനശതാബ്ദി എക്സ്പ്രസ് ഇപ്പോഴും പഴയ ട്രെയിൻ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ട്രെയിൻ മാറിയിരിക്കുകയാണ്. സോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന LHB കോച്ചസ് ആണ്. സോ ഈ LHB കോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ടെക്നോളജിയാണ്. അവർ ഡിമാൻഡ് ചെയ്യുന്നത് ഇതിന് സേഫ്റ്റി കൂടുതലാണ്, അതുപോലെ തന്നെ കംഫർട്ടാണ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ എഫിഷ്യൻസി കൂടുതലാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സോ ആദ്യം നമുക്കിതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസിലോട്ട് പോകാം. സോ ഇവരുടെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സേഫ്റ്റി ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഇവർ യൂസ് ചെയ്യുന്ന സീറ്റിംഗ് കുഷ്യൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ സ്പീഡ് എല്ലാം സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവർ സേഫറായിട്ടാണ് ഇതവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പറയുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ആൻഡ് എഫിഷ്യൻസിയാണ്. ഈ കോച്ചസിന് 160 മുതൽ 200 km/h സ്പീഡ് വരെ ഈ കോച്ചസിന് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇവർ പിന്നെ പറയുന്നത് പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ടാണ്. പറയുന്ന പോലെ തന്നെ ജർക്കിങ് കുറവാണ്. അതുപോലെ തന്നെ ഈ ലൈക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ പഴയ പോലെ ഇരുണ്ടൊരു അറ്റ്മോസ്ഫിയർ അല്ല, ലൈക്ക് LED ഒക്കെ പിടിപ്പിച്ച് നല്ലൊരു വൈബായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ. സോ പാസഞ്ചർ കംഫർട്ട് ഒരു പരിധി വരെ ഓക്കെയാണ്. സോ പിന്നെ ഇവർ പറയുന്നത് നോയ്സ് ആൻഡ് വൈബ്രേഷൻ റിഡക്ഷൻ ആണ്. അതായത് ഈ പറയുന്ന ട്രെയിനിൽ നമ്മൾ കയറുകയാണെങ്കിൽ അറിയാം, കാരണം പണ്ടത്തെ ട്രെയിനിലൊക്കെ ഭയങ്കര സൗണ്ടും അതുപോലെ തന്നെ ഭയങ്കര വൈബ്രേഷനൊക്കെയാണ്. പക്ഷേ ഇതിൽ പോകുമ്പോൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വൈബ്രേഷനൊന്നും ഇല്ലാതെ തന്നെ സൗണ്ട് അധികം നമുക്ക് ഇഷ്യൂസ് ഇല്ലാതെ തന്നെ ഈ സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. പിന്നെ ഇവർ പറയുന്നത് ഇൻക്രീസ്ഡ് കപ്പാസിറ്റിയാണ്. പാസഞ്ചേഴ്സ് നമ്മളിപ്പോൾ ഒരു കോച്ചിൽ തന്നെ പണ്ട് പോയിരുന്നേക്കാട്ടും കൂടുതൽ ആൾക്കാരെ ഇതിൽ വഹിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് ഡീൽ. സോ ഇനി പറയാൻ പോകുന്ന ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇവർ IRCTC മെയിൻലി പറയുന്ന 2 ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫെസിലിറ്റീസ് കുറവാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മറ്റ് ട്രെയിനുകൾ തരുന്ന പോലെ വൈഫൈയോ അതുപോലെ തന്നെ പാൻട്രി സർവീസോ ഒന്നും ഇതിൽ തരാൻ പറ്റുന്നില്ല എന്നതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് അവർ പറയുന്നത്. രണ്ടാമത് പറയുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷനാണ്. ഈ പറയുന്ന ഇതിൽ LHB കോച്ചസ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഈ പണ്ടത്തെ പഴയ ട്രെയിനെക്കാട്ടും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെയാണ് IRCTC പറയുന്ന ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. അതായത് ഇതിൽ മെയിൻ ഡിസഡ്വാൻറ്റേജായി തോന്നിയത് ഒന്ന് ഇതിൻ്റെ സീറ്റിംഗ് ആണ്. ഈ പറയുന്ന സീറ്റിംഗ് കംഫർട്ട് ലൈക്ക് ഈവൺ ഇറ്റ്സ് കുഷ്യൻ ആണെങ്കിൽ പോലും ഈ പറയുന്ന സീറ്റിംഗ് എന്ന് പറയുന്നത് പണ്ടത്തെ സീറ്റുകൾക്ക് കുറച്ച് ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ചാരി ഇരുന്ന് പോകാമെങ്കിൽ പോലും ഇപ്പോൾ ലൈക്ക് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ ജനറൽ സീറ്റിംഗ് കമ്പാർട്ട്മെൻറ്റ് പോലെ നമുക്ക് ഇരുന്ന് ഒരു L ഷേപ്പ് സീറ്റുകളാണ്. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് ഈവൺ ദോ കുഷ്യനൊക്കെ അവൈലബിൾ ആണെങ്കിൽ പോലും ആ സീറ്റിംഗ് പോസ്റ്റർ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയില്ല. അതൊന്ന്. പിന്നെ ഇത് ഒരു സീറ്റിൽ ഇപ്പോൾ ലൈക്ക് ഇതൊരു പണ്ട് ജനശതാബ്ദി ആയിരുന്നെങ്കിൽ നമുക്കിത് 3 സെപ്പറേറ്റ് സീറ്റ്സ് ആയിരിക്കാം. അതായത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ അപ്പുറത്ത് വേറൊരു സീറ്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സീറ്റിലോട്ട് വേറെ ആളും ഈ കൈവരി ഉള്ളതുകൊണ്ട് തന്നെ കയറി ഇരിക്കില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 3 സീറ്റും
ലൈക്ക് ഈ 3 പേർക്ക് ഇരിക്കാൻ ഒറ്റ സീറ്റാണ്, ലൈക്ക് ഒരു ലോങ് സീറ്റാണ്. സോ ഈ ലോങ് സീറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈവൻ ദോ ലൈക്ക് ഒരു തിന്നായിട്ടുള്ള ആൾ ഒരു സെൻറ്ററിൽ വന്ന് ഒരു കുറച്ച് ഫാറ്റായിട്ടുള്ള ആളുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആളൊരു ചമ്മന്തിയായി പോകും. അതൊരു മെയിൻ പ്രോബ്ലമാണ്. ലൈക്ക് നമുക്ക് സ്വന്തമായിട്ട് ലൈക്ക് ഈവൻ ദോ അവർക്ക് നമ്മുടെ സീറ്റിൻ്റെ ഒരു പോർഷനിൽ കൂടി കയറിയിരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെറുതായി പോകും. ഞാൻ കുറേ അനുഭവിക്കുന്നുണ്ട്. ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 2 പേര് നമ്മുടെ സീറ്റിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെ കിടന്നു പോകാൻ വരെ പറ്റും. അതുപോലെ തന്നെ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ ഫേസിലോട്ട് നോക്കിയിരുന്ന് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈക്ക് ഈവൻ ദോ നമുക്ക് നമ്മുടെ സീറ്റുകളെല്ലാം ഒരേ ഡിസൈനിലായിട്ടായിരുന്നു സീറ്റിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഫേസ് ടു ഫേസ് നോക്കിയിരുന്ന് ട്രാവൽ ചെയ്യണം. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കത് അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ ഡിസഡ്വാൻറ്റേജ്. പക്ഷേ ഇതിൽ അഡ്വാൻറ്റേജ് കുറേ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോയ്ലറ്റ് സിസ്റ്റം വളരെ അടിപൊളിയാണ്. പുതിയ അഡ്വാൻസ് ടോയ്ലറ്റ് സിസ്റ്റമാണ്. ലൈക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വിൻഡോ ലൈക്ക് നമുക്ക് പണ്ടത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ അത്ര സുഖമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ട്രെയിൻ വിൻഡോസ് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ്. നമുക്ക് മീൻസ് നല്ല എയർ പാസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ സീനറി ഒക്കെ കണ്ട് പോകാൻ പറ്റും. പിന്നെ എനിക്ക് ഇതിൽ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ പണ്ടത്തെ ട്രെയിനുകളൊക്കെ എല്ലാം നമുക്കൊരു ചങ്ങല വലിക്കാൻ കഴിഞ്ഞിട്ടുള്ള ചങ്ങലൊക്കെ ഓൾറെഡി തൂക്കിയിട്ടുണ്ടാവുമല്ലോ. ഇത് ഇവിടെ ഒന്നുമില്ല. ഇവിടെ എല്ലാം ഒരു സ്വിച്ചാണ്. ലൈക്ക് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് ഈ പറയുന്ന ഈ ഇതിൽ പ്രസ് ചെയ്താലാണ് നമുക്ക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന സാധനം. സോ ഓൾ ഓവർ ഈ ട്രെയിൻ അടിപൊളിയാണ്. പക്ഷേ നിങ്ങൾ പണ്ടത്തെ ജനശതാബ്ദിയെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ ട്രെയിനിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ദിവസം നിങ്ങൾക്ക് നിരാശയായിരിക്കാം. സോ ഈവൻ ദോ ഞാൻ എൻ്റെ അപ്പുറത്തിരുന്ന കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അവരും പറയുന്നത് ഒരു സീറ്റിംഗ് പ്രോബ്ലമാണ്. ലൈക്ക് ഇരുന്ന് കുറേ നേരം ഇതിൽ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ഈവൻ ദോ അതിലേക്കാട്ടും കൂടുതൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഈവൻ ദോ നമ്മൾ ഇരുന്ന് പോകുന്ന ഒരാളുകൊണ്ട് തന്നെ അധികം ഇരിക്കുമ്പോൾ എന്തോ നമുക്കൊരു കംഫർട്ട് ഇല്ലായ്മയുണ്ട്. സോ നിങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക് എന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. സോ നിങ്ങൾ ഈ ട്രെയിൻ പിന്നെ ഒരു യാത്ര ചെയ്യാൻ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ട്രെയിൻ പഴയ ജനശതാബ്ദിയാണെന്ന് കരുതി പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമോ അല്ലെങ്കിൽ അയ്യോ എന്ന് തോന്നിയേക്കാം. സോ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഈ ട്രെയിനിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.